ഒരു റെയിനി അറ്റ്മോസ്ഫിയറിലൂടെ കഥ പറയുന്ന ചിത്രങ്ങൾ മഴക്കാലത്ത് കാണുന്നത് ഒരു കിടിലം ഫീല് തന്നെയാണ്. മഴക്കാലത്ത് കാണാൻ വളരെ താല്പര്യമുള്ള കുറച്ച് മൂവീസാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങളുടെ ഇഷ്ട സിനിമകൾ കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കില്ലല്ലോ. വുഡ് ജോബ്, ജാപ്പനീസ് ഫീൽ ഗുഡ് ചിത്രമായ വുഡ് ജോബ് ജാപ്പനീസ് ഗ്രാമ ഭംഗിയും പ്രകൃതി ഭംഗിയും കാണിക്കുന്ന ഒന്നാണ്. മരം മുറിക്കുന്ന ഒരു കോഴ്സ് പഠിക്കാൻ ഒരു ഗ്രാമത്തിലെത്തുന്ന ഒരു കോളേജ് പയ്യന്റെ കഥയാണ് വുഡ് ജോബ്. ദ ടീച്ചേഴ്സ് ഡയറി, ഡയറിയിലെ എഴുത്തിലൂടെ പരസ്പരം അറിയുകയും പ്രണയിക്കുകയും ചെയ്യുന്ന രണ്ട് അധ്യാപകരുടെ കഥ പറയുന്ന ടീച്ചേഴ്സ് ഡയറി ഒരു മസ്റ്റ് വാച്ച് ഫീൽ ഗുഡ് മൂവിയാണ്. മിഡ് നൈറ്റ് ഇൻ പാരീസ്, പാരീസിന്റെ സൗന്ദര്യവും സാഹിത്യ ചരിത്രവും ഒപ്പം ഒരു ചെറിയ ടൈം ട്രാവലൊക്കെ കടന്നു വരുന്ന ഒരു റൊമാൻറ്റിക് ചിത്രമാണ് മിഡ് നൈറ്റ് ഇൻ പാരീസ്. കാണാത്തവർ തീർച്ചയായും കാണേണ്ട ഒരു ചിത്രമാണിത്. ലിറ്റിൽ ഫോറസ്റ്റ്, കൃഷിയും പാചകവും ഒക്കെ ഈ മനസ്സൊന്ന് തണുക്കാൻ ബെസ്റ്റാണ് ലിറ്റിൽ ഫോറസ്റ്റ് എന്ന കൊറിയൻ ചിത്രം. പ്രൈഡ് ആൻഡ് പ്രജുഡീസ്, എക്കാലത്തെ മികച്ച റൊമാൻറ്റിക് ചിത്രങ്ങളിലൊന്നായ പ്രൈഡ് ആൻഡ് പ്രജുഡീസ് മഴക്കാലത്ത് കാണാൻ കിടു ഫീൽ തന്നെയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നൊസ്റ്റാൾജിക് ഫിലിംസ് കൂടി റിപ്പീറ്റ് വാച്ച് ചെയ്യാൻ ബെസ്റ്റ് ടൈമാണ് ഈ മഴക്കാലം. യാതൊരു പരിചയപ്പെടുന്നതിൻ്റെ ആവശ്യമില്ല ഈ പറയുന്ന സിനിമകൾക്കൊന്നും. ജുറാസിക് പാർക്ക്, സ്പൈഡർമാൻ 1, പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ 1. മഴക്കാലത്ത് കാണാൻ ബെസ്റ്റായ 3 കൊറിയൻ ചിത്രം കൂടി പരിചയപ്പെടാം. മെമ്മറീസ് ഓഫ് മർഡർ, ചേസർ, ദ വെയിലിംഗ്. ഈ ടൈമിൽ കാണാൻ പറ്റിയ കിടിലൻ കൊറിയൻ ഹൊറർ മൂവിയാണ് ദ വെയിലിംഗ്. സീരീസുകൾ എടുക്കുകയാണെങ്കിൽ സ്ട്രേഞ്ചർ തിങ്സ്, ഡാർക്ക്, ടൈം ഉണ്ടെങ്കിൽ ലോസ്റ്റ് കൂടി കണ്ടാൽ ബെസ്റ്റ് ആയിരിക്കും. അനിമേ മൂവീസ് പറയാനാണെങ്കിൽ നിരവധി ഉണ്ടെങ്കിലും മസ്റ്റ് വാച്ച് ആയത് ഇവിടെ പറയാം. യുവർ നെയിം, വെദർ ഇൻ വിത്ത് യു, ഗാർഡൻ ഓഫ് വേർഡ്സ്. ഈ 3 മക്കോട്ടോ ഷിൻഗായുടെ മൂവീസാണ്. തീർച്ചയായും കണ്ടു നോക്കേണ്ട ചിത്രങ്ങളാണ്. മഴയൊക്കെ വളരെ മനോഹരമായി തന്നെ അനിമേറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളാണ് ഇവ 3. ഗിബ്ലിയുടെ പ്രൊഡക്ഷനിലുള്ള അനിമേ മൂവീസ് ആണെങ്കിൽ പോനിയോ, ദ നൈബർ ടോട്ടോറോ, സ്പിരിറ്റഡ് അവേ, ഈ 3 ചിത്രങ്ങളും തീർച്ചയായും കണ്ടു നോക്കേണ്ട സിനിമകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമായ സിനിമ ഏതാണ്? കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.